എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്കിത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ, എന്നാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കൂടാതെ ഞാനിതിൽ നോസിലൊക്കെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ഫ്രഷ് ക്രീമിൽ നിന്നാണ് വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നത്. ഫ്രഷ് ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ട് ഫ്രഷ് ക്രീമൊക്കെ തയ്യാറാക്കി കറക്റ്റായിട്ടിരിക്കണമെന്നറിയാം. കാണാത്തവർ ദയവായി അതൊന്ന് കാണണം. നമ്മൾ പാലെടുത്ത് കാച്ചിട്ട് അതിൻ്റെ പാടെടുത്ത് അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം അതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ച് നമ്മൾ ഫ്രഷ് ക്രീം തയ്യാറാക്കിയിരുന്നു. ആ ഫ്രഷ് ക്രീം ഞാൻ ഒരു ചില്ലിൻ്റെ ടൈറ്റുള്ള കണ്ടെയ്നറിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് വെച്ചാണ് നമ്മൾ വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നത്. വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നതിന് മുമ്പേ തന്നെ അതിനുള്ള എല്ലാ പാത്രങ്ങളും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുപ്പിച്ചിരിക്കണം. അതുമാത്രമല്ല, വിപ്പിംഗ് ക്രീം എടുക്കണ പാത്രം നമ്മൾ ഒരു ഐസിൻ്റെ മേലെ വെച്ചിട്ട് വേണം നമ്മൾ വിപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ വലിയ ഐസ് ക്യൂബ്സുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ചെറിയതായാലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഇത്തിരി വലുതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ മേലെ നമുക്ക് ഈ പാത്രം വെച്ചിട്ട് വേണം നമുക്ക് വിപ്പ് ചെയ്യാൻ. ഞാൻ വിസ്ക് വെച്ചാണ് വിപ്പ് ചെയ്യുന്നത്. അതും അതെ, ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതാണ്. അതുപോലെ ഫ്രഷ് ക്രീമും നമ്മൾ നന്നായിട്ട് തണുപ്പിച്ചിരിക്കണം. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഹാൻഡ് മിക്സ് കൊണ്ടും ബീറ്റർ കൊണ്ടും എല്ലാം നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ബീറ്ററാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ബ്ലേഡ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് വിപ്പിംഗ് ക്രീം കിട്ടുള്ളൂ. വിപ്പ് ചെയ്യണേക്ക് മുന്നേ തന്നെ നമുക്കിതിലേക്ക് വാനില എസൻസും പൊടിച്ച പഞ്ചസാരയും ആവശ്യത്തിന് ആഡ് ചെയ്യണം. ഞാനിതിലേക്ക് 2 സ്പൂൺ വാനില എസൻസാണ് ചേർക്കുന്നത്. അതുപോലെ പഞ്ചസാര ഒരു 1/2 കപ്പ് 750 ml അരക്കപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താം. വാനില എസൻസ് എന്തായാലും ഒരു 2 ടീസ്പൂണ് ചേർക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാര ചേർക്കണതായിരിക്കും ഒത്തിരി കൂടെ നല്ലത്. പൊടിച്ച പഞ്ചസാര നമ്മൾ 2-3 വട്ടമായിട്ട് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി അതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ മധുരം ഒന്ന് നോക്കാം. മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യും. എനിക്ക് മധുരം കറക്റ്റാണ്, ഞാൻ അതുകൊണ്ട് ഇപ്പോൾ മധുരം ആഡ് ചെയ്യണില്ല. മധുരം കുറവുള്ളവർക്ക് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇലക്ട്രിക് ബീറ്റർ ഉള്ളവർക്ക് അതായിരിക്കും ഒത്തിരി കൂടെ നല്ലത്. ഇതിപ്പോൾ ഏകദേശം ആയി തുടങ്ങി. നമുക്കിത് ഇളക്കണ സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ആ ഒരു അവസ്ഥ. നമുക്കിനി ഇതിൻ്റെ അടിയിലത്തെ ഐസ് മാറ്റിയതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മിക്സിയിലും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷേ മിക്സിയുടെ ജാറും ഇതുപോലെ തന്നെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കണം. അതിന് ശേഷം നമുക്ക് അപ്പം തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ആ ജാറോടെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കട്ടയതിന് ശേഷമാണ് നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പോൾ ഏകദേശം റെഡിയായി തുടങ്ങി. നമുക്കിത് കണ്ടാൽ മനസ്സിലാവും. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ റിബൺ പോലെ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്കത് അറിയാം നമുക്കത് കറക്റ്റായിട്ടുണ്ടെന്ന്. പിന്നെ ചെരിക്കണ സമയത്ത് അത് വീഴില്ല. അത് ഒത്തിരി നന്നായി ചെരിച്ച വീഴും, അല്ലാതെ സ്വല്പമൊക്കെ ഒന്ന് ചെരിക്കണ സമയത്ത് അത് വീഴാതെ കട്ടയായിട്ടിരിക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഞാനിതിനി ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഈ ക്രീം ഉപയോഗിച്ചിട്ട് നമുക്ക് കേക്കും അതുപോലെ ഐസ്ക്രീം, പുഡിങ്, വെൽക്കം ഡ്രിങ്ക് ഇതൊക്കെ തയ്യാറാക്കാനായിട്ട് സാധിക്കും. കേക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള നോസിലും അതുപോലെ തന്നെ ബാഗൊക്കെ ഞാനിവിടെ തയ്യാറാക്കിയതാണ്. എനിക്ക് അറിയണ രീതിയിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. എനിക്കത്ര ഭംഗിയിലൊന്നും ഇത് ചെയ്യാനറിയില്ല. നിങ്ങൾ ഇതിനൊക്കെ ഭംഗിയിൽ നല്ല പെർഫെക്റ്റിൽ ചെയ്തെടുക്കണം. നോസിൽ ബാഗ് തയ്യാറാക്കാനായിട്ട് നമുക്കിങ്ങനെ ഒരു കവറിൻ്റെ ആവശ്യമുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കവറാണ് എടുക്കേണ്ടത്. ഇത് ഫുഡിൻ്റെ കവറാണ്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കവർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഒരു മൂലയിൽ നിന്ന് മടക്കണം. അതായത് കോണോട് കോൺ ചേർന്നിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ആ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയണം.
നിങ്ങൾക്ക് ഇതിൽ മടക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം നീണ്ടു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് മറ്റേ സൈഡും ഈ സൈഡും ഒരേ നീളത്തിലായിരിക്കണം. അതിന് വേണ്ടിയിട്ട് അതിനനുസരിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരിത് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ മൊനയുണ്ടല്ലോ, ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യണം. ഇതിലെ കൂടിയാണ് നമ്മൾ നോസിൽ ഇടുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കുറച്ച് കട്ട് ചെയ്താൽ മതി. പിന്നെ നോസിൽ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അത് വെച്ച് കൂടുതൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഒരു കട്ടിയുള്ള അലുമിനിയം ഫോയിൽ എടുത്തിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് നോസിൽ തയ്യാറാക്കാം. നിങ്ങളിതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം എങ്ങനെയാണ് മടക്കുന്നതെന്ന്. ഇതിൻ്റെ അടിയിൽ ഒപ്പല്ലാത്ത ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അതിന് ശേഷം മുകളിൽ ആ മൊനയുള്ള ഭാഗം നമ്മൾ സ്വല്പം ഇറക്കി കട്ട് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഇങ്ങനെ ഒരു വി ഷേപ്പിൽ വെട്ടിയിട്ട് ഒരു കഷ്ണം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങിയിട്ട് അങ്ങനെ വി ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുത്ത് ഒന്നുകൂടെ അടുപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു നോസിലായിട്ട് കിട്ടുന്നതാണ്. അലുമിനിയം ഫോയിൽ വെച്ച് മാത്രമല്ല, സ്പ്രൈറ്റ് ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെൻ്റെ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് പറഞ്ഞതാണ്. നിങ്ങൾ ഇതിനേക്കാൾ നല്ല ഭംഗിയിലും പെർഫെക്റ്റിലും ചെയ്യണം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID-യിലേക്ക് മെയിൽ ചെയ്താലും മതി. നമുക്കിത് വെച്ചിട്ട് കേക്കുകളൊക്കെ തയ്യാറാക്കേണ്ടതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.